ഒരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റൂമും ഹാളൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ബെഡ്ഷീറ്റും തലോണ കവറൊക്കെ രാവിലെ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ പുതിയത് അതുമ്പോൾ വിരിക്കാനായിട്ട് ഞാൻ 2 ബെഡ്ഷീറ്റ് വെച്ചാണ് വിരിക്കാറ്. ഒന്ന് കട്ടിയുള്ളതും മുകളിൽ കട്ടി കുറഞ്ഞതും അങ്ങനെയായിട്ട് വിരിക്കാറ്. അങ്ങനെ പിന്നെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ആ സൈഡ് ടേബിളും ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതുമ്പോൾ നിറച്ചും പൗഡറിൻ്റെ വെള്ളത്തിൻ്റെത് പൗഡറിൻ്റെ തെറിച്ചിട്ട് ആകെ വെള്ളപ്പാണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നോക്കിയപ്പോൾ പിള്ളേരുള്ള ക്രീമും സാധനങ്ങളൊക്കെ അതുമ്പോൾ കൊണ്ട് ഗ്ലാസ്സുമ്പോൾ തേച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാനൊരു പേപ്പറും കഷ്ണം എടുത്ത് അതൊക്കെ നല്ലപോലെ തുടച്ചെടുത്തപ്പോൾ നല്ല ക്ലീൻ ആയിട്ടത്. അങ്ങനെ വീണ്ടും ആ സാധനങ്ങളൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ചിട്ട് വീണ്ടും അതുമേക്ക് വെച്ചു കേട്ടോ. സ്പ്രേയും സെറംസും പൗഡറും അതൊക്കെ അതുമ്മ കയറ്റി വെച്ചു. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ആ ചെടി വെച്ചാണ് അതിൻ്റെ പുറകിലൊക്കെ നിറച്ചും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹാളിലേക്ക് വന്നിട്ടാ. ഹാളിൽ ആ TV യൂണിറ്റ് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ പുറകിലൊക്കെ നിറച്ചും പൊടിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് തുടയ്ക്കാറുണ്ട്, പക്ഷേ പൊടി എവിടെ നിന്നൊക്കെ വന്നേന്ന് ഒരു പിടിയില്ല. ഒന്നാമത്തെ വേനൽക്കാലം ആയതുകൊണ്ട് നിറച്ചും പൊടിയാണ്. അപ്പോൾ അതൊക്കെ വേഗം തുടച്ചെടുത്ത് TV നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. പിന്നെ കർട്ടനും നനഞ്ഞ തുണിയോട് തുടയ്ക്കരുന്നുണ്ട്, അതും ഞാൻ നനഞ്ഞ തുണിയോട് തുടച്ചു. ഇനി അതിനും കിട്ടും നല്ലത്. പിന്നെ പിള്ളേരുടെ ഡ്രസ്സിങ് ടേബിളല്ല സ്റ്റഡി ടേബിളൊക്കെ തുടച്ചിട്ടു കിട്ടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വന്നപ്പോൾ ബെഡ്ഷീറ്റും പോട്ടെ സോഫയുടെ കവറൊക്കെ ഒരു വിരിയെ കിടക്കണം, ഒരു വകയായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി എടുത്ത് അപ്പോഴേക്കും സന്ധ്യയായി. പിള്ളേരൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ തുടച്ചെടുത്തു കിട്ടാം. അത്രയ്ക്കുള്ളൂ.